സങ്കീർത്തന 51:11. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അങ്ങ് ശപിക്കപ്പെട്ടതുപോലെയാണ്. നിന്റെ കുടുംബത്തിൽ നിന്ന് ഇനി വാള് നീങ്ങിപ്പോകത്തില്ല എന്നൊക്കെ അപ്പം ശപിച്ചതാ. വാള് നീങ്ങിപ്പോകത്തില്ല എന്നൊക്കെ അപ്പം ശപിക്കാം. വാള് നീങ്ങത്തുമില്ല. പക്ഷേ വേറെ ഒരുത്തൻ വന്ന് അവൻ്റെ കൈ ചൂണ്ടിയാൽ, അഹിതോഫേൽ ചെറിയൊരു ടേസ്റ്റ് നോക്കിയതാ, ഇവൻ ശപിക്കപ്പെട്ടവനാണ്, നാഥാൻ ഇവനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബ്സലോമിൻ്റെ കൂടെ കൂടിയതാണ്. പക്ഷെ എന്നാ പറ്റി? സ്വയം എരിഞ്ഞടങ്ങിപ്പോയി. അതുകൊണ്ടാണ് പറയണത് ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. അപ്പം അതുകൊണ്ട് ഒരു ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടും ഒരു നയവും ഒരു സമീപനവുമാണ്. സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ സുവിശേഷ വിഹിതമായ വചനാനുസൃതമായ ഒരു നിലപാട്, വചനാധിഷ്ഠിതമായ ഒരു സമീപനം, നയം. നിങ്ങളെ ഈ നാഷണൽ ഹൈവേ ആത്മീയമായ ദേശീയപാതയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. വചനാധിഷ്ഠിതമായ നയം എന്താണ്? ആ സമയത്ത് പ്രാർത്ഥിച്ചു, അത്രയേ ഉള്ളൂ. ദാവീദിൻ്റെ എപ്പോഴും അങ്ങനെ. അവന് ചങ്ക് പൊടിഞ്ഞു കഴിഞ്ഞാൽ ആളുടനെ പ്രെയർ ചെയ്യും. ചിലപ്പോൾ മണിക്കൂറോളം ചെയ്യും. കൊച്ച് മരിച്ച ബേർഷീബാക്ക് കേസ്, ആ കൊച്ച് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കയറിയ ദാവീദ് 3 ദിവസം ചാരവും പൂശി കണ്ടടി കിടന്നു. പ്രേയറിന് എന്നാ പവറിലാണ് ഈ മനുഷ്യൻ അത് ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈശോയോട് എപ്പോഴും പറയുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ തന്നെയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള വിഷയം പ്രാർത്ഥനയാണെന്ന് മനസ്സിലാകത്തില്ലേ? ആ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ടത് എന്താണ്? പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണമേ. അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതാണ് ആസ്തി ഭദ്രത.